CPM അത്ര മോശപ്പെട്ട പാർട്ടിയാണോ? ചേർന്ന് നടക്കാൻ കൊള്ളാത്ത അത്രയും മോശമാണോ CPM-ഉം CPM-ലെ നേതാക്കളും അണികളുമൊക്കെ? പിണറായി വിജയനും പി ജയരാജനും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെയാണോ കുഴപ്പക്കാർ? അതോ മുകേഷും PK ശശിയും P ശശിയും ഒക്കെയാണോ കുഴപ്പക്കാർ? അതോ പുറത്തേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന EP ജയരാജനാണോ മോശപ്പെട്ട വ്യക്തി? അതോ CPM-നകത്ത് നുഴഞ്ഞു കയറിയ RSS അംഗങ്ങളാണോ? അതോ ഇനി അങ്ങനെയല്ലാതെ സമസ്തയുടെയും കാന്തപുരത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റേ SDP-യുടെയും ഒക്കെ ചങ്ങാത്തമുള്ള ആളുകൾ പാർട്ടിക്കുള്ളിൽ കടന്നു കയറി അവരാണോ പ്രശ്നക്കാർ? ഏതായാലും CPM അടിമുടി പൊളിച്ചു പണിയണം അല്ലെങ്കിൽ മോശപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടമാണെന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ചെറിയാൻ ഫിലിപ്പ് KT ജലീലിനോടും PV അൻവറിനോടും പറയുകയാണ്, നിങ്ങൾ ആ ഇടതു മുന്നണി വിടണം, അല്ലെങ്കിൽ CPM-ഉമായുള്ള ബാന്ധവം ഉപേക്ഷിക്കണം. CPM-നെ പോലെ ഇത്ര കൊള്ളരുതാത്ത അടിമകളാക്കുന്ന പാർട്ടി വേറെയില്ല. ഉദാഹരണത്തിന് അദ്ദേഹം മഞ്ഞളാംകുഴി അലിയെയും അൽഫോൺസ് കണ്ണന്താനത്തെയും കൂട്ടുപിടിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്തുകൊണ്ടാണ് CPM-നോട് ചേർന്ന് പോയിക്കൊണ്ടിരുന്ന ആളുകൾ CPM വിട്ടുപോയത്, അല്ലെങ്കിൽ ആ ബാന്ധവം ഉപേക്ഷിച്ചത്? നേതാക്കളുടെ പീഡനം ഒരു വശത്ത്, അണികളുടെ പീഡനം മറ്റൊരു വശത്ത്. കുറേ കാലം ഇങ്ങനെ ഉപയോഗിക്കും, കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഒരു മൂലക്കിരുത്തും. ചില ആളുകൾക്ക് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ കൊടുക്കും, അത് കഴിഞ്ഞ് അവരെയും വലിച്ചെറിയും. ഇതാണ് CPM-ൻ്റെ രീതി. അതുകൊണ്ട് PV അൻവറും KT ജലീലുമൊക്കെ പാർട്ടിയിൽ നിന്ന് അകലം പാലിച്ച് സ്വതന്ത്രമായി പോരടിക്കണം. അല്ലാതെ CPM-നകത്ത് നിന്ന് അല്ലെങ്കിൽ CPM-നോട് ചേർന്ന് നിന്ന് ഈ പാർട്ടിയെ നന്നാക്കി കളയാം എന്ന ധാരണ ഇരുവർക്കും വേണ്ടെന്നാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ വിമർശനം. അതിനകത്ത് ഫലിതമുണ്ട്, അതിനകത്ത് വിമർശനമുണ്ട്. ഈ കുഞ്ചൻ തമ്പിയാരുടെയൊക്കെ എഴുത്ത് പോലെയാണ് ചില നേരങ്ങളിൽ ചെറിയാൻ ഫിലിപ്പിൻ്റെ എഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആരാണ് മോശക്കാരൻ? പിണറായി വിജയനാണോ? അതോ P ശശിയാണോ? അതോ P ജയരാജനാണോ? അതോ EP ജയരാജനാണോ? അതോ MV ഗോവിന്ദൻ മാഷാണോ? ആരെയാണ് ദ്രോഹിക്കുന്നത്? PV അൻവർ ഒരു പരാതിയുമായി രംഗത്തെത്തി. ആ പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടി, അതുപോലെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർക്കും കിട്ടി. അതിനകത്ത് P ശശിയുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്ന് ഇരുവരും വ്യക്തമാക്കുന്നു. അന്വേഷണം നടക്കുകയാണ്. ഇതിനകത്ത് കൊട്ടാര വിപ്ലവം ആണ് PV അൻവർ ഉദ്ദേശിച്ചതെന്ന് പുറമേ നിൽക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അൻവർ ഉദ്ദേശിച്ചത് പുഴുക്കുത്തുകളായ പോലീസ് ഉദ്യോഗസ്ഥരെയും പുഴുക്കുത്തായ പാർട്ടി നേതാക്കളെയും ആ സർക്കാരിൻ്റെ സംവിധാനത്തിൽ നിന്ന് മാറ്റിയാലേ ജനങ്ങളുമായി സർക്കാരിന് കൂടുതൽ ബന്ധമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അൻവറിൻ്റെ വാദം. KT ജലീലും ഏതാണ്ട് അതേ പാതയിലാണ്. KT ജലീലിൻ്റെ സ്റ്റാർട്ടപ്പ് ഒന്നും വേണ്ടെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതായത് പരാതിക്കാരുടെ ഇത് നമ്മൾ ഫോർ ദ പീപ്പിൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അങ്ങനെ സിനിമാ സ്റ്റൈലിൽ ആളുകൾ പോലീസുകാർക്കെതിരെയുള്ള പരാതികൾ ഒരു ആപ്പിലോട്ട് ചെയ്യുന്നു, പിന്നെ അതിന് പരിഹാരം, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. വാട്സപ്പ് നമ്പരും ഇദ്ദേഹം PV അൻവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൊട്ടാര വിപ്ലവത്തിൻ്റെ സാധ്യത അല്ല PV അൻവർ തേടിയതെന്നാണ് പൊതുജനം മനസ്സിലാക്കുന്നത്. പാർട്ടിയും അങ്ങനെ എടുത്തിട്ടുള്ളൂ. എന്നാൽ പാർട്ടിയെ വെട്ടിലാക്കാൻ മുസ്ലിം ലോബികൾ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമാകും. കാരണം പാർട്ടി മുസ്ലിം ആളുകളെ പ്രീണിപ്പിക്കുന്നുവെന്നൊരു ശ്രുതി പൊതുവെ പരക്കുന്നുണ്ട്. മുസ്ലിം ന്യൂനപക്ഷത്തോട് പാർട്ടി ചേർന്ന് പോകുന്നുവെന്നാണ് എന്ന് ഒരു ശ്രുതിയുണ്ട്. അപ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷത്തോട് അടുക്കുമ്പോൾ മുസ്ലിങ്ങൾ തന്നെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് വെക്കുമ്പോൾ പാർട്ടിയെ തിരുത്താൻ ഈ മുസ്ലിം MLA-മാർക്ക്, സ്വതന്ത്ര MLA-മാർക്ക്, CPM-ൻ്റെ സ്വതന്ത്ര MLA-മാർക്ക് കഴിഞ്ഞു എന്ന് വന്നാൽ ആ ഹൈജാക്ക് പൂർണ്ണമാകും, പാർട്ടി അവരുടെ കാൽക്കീഴിലാകും. അത് തിരിച്ചറിഞ്ഞിട്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ ഒരു അടവ് പ്രയോഗിച്ചത് എന്ന് അനുമാനിക്കേണ്ടി വരും. പാർട്ടിയെ കുരുക്കാനുള്ള മുസ്ലിം ലോബിയുടെ തന്ത്രങ്ങളെ, മുസ്ലിം ഹൈജാക്കേഴ്സിൻ്റെ തന്ത്രങ്ങളെ ഞൊടിയിടയിൽ അപ്രസക്തമാക്കി MV ഗോവിന്ദൻ മാസ്റ്റർക്കാണ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ പാർട്ടിയെ ഒന്നടങ്കം കളങ്കിതരുടെ പാർട്ടിയാണ്, കൂടെ നടക്കാൻ പറ്റാത്ത മെച്ചപ്പെട്ട പാർട്ടിയല്ല, കൂടെ പോകാൻ പറ്റാത്ത പാർട്ടിയാണെന്നൊക്കെ ഉള്ള ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫലിതബിന്ദുവൊക്കെ ഫലിതമായി തന്നെ നിലനിൽക്കും. ഇവിടെ പിണറായി വിജയനും P ജയരാജനും ഒന്നും അത്ര മോശക്കാരല്ല. PK ശശിയൊക്കെ എന്തെങ്കിലും മോശം കാണിച്ചിട്ടുണ്ടെങ്കിൽ, മുകേഷ് എന്തെങ്കിലും മോശം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ചുട്ട മറുപടി കണക്കിന് കൊടുത്തിട്ടുണ്ട് പാർട്ടി. PK ശശി ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി, മുകേഷിൻ്റെ കാര്യവും എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അങ്ങനെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെയുള്ള ശിക്ഷ കൃത്യമായി നടപ്പിൽ വരുത്തുന്ന പാർട്ടി തന്നെയാണ് CPM. PV അൻവറും KT ജലീലുമൊക്കെ കൊട്ടാര വിപ്ലവമല്ല ലക്ഷ്യമാക്കിയതെന്നാണ് പൊതുവിൽ ധാരണ. എന്നാൽ ഇനി കൊട്ടാര വിപ്ലവം ലക്ഷ്യമാക്കി പാർട്ടി അങ്ങ് ഹൈജാക്ക് ചെയ്ത് കളയാം എന്ന ധാരണ മുസ്ലിം ലോബികൾക്ക് ഉണ്ടോ എന്ന സംശയത്തിൽ നിന്ന്, ആ സംശയത്തിനെ അതുപോലും അപ്രസക്തമാക്കിക്കൊണ്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായ മറുപടി കൊടുത്തത്.